നിത്യജീവ മൊഴികൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രലോഭനങ്ങൾ വന്നാലും നിങ്ങൾ ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനങ്ങൾ ഇത് വിശുദ്ധ വചനങ്ങളാണ്. തിരുവെഴുത്ത് പറയുന്നു, നിലത്ത് ഉലയിലുരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളിയാണ് ഈ തിരുവചനങ്ങൾ. ഈ വചനങ്ങളാണ് നമ്മെ നിത്യതയിൽ എത്തിക്കുന്നത്. ഇത് യേശു നമുക്ക് നൽകിത്തന്ന വചനങ്ങളാണ്. ഇത് പുഷ്ടഭോജനമാണ്. ഇത് ജീവൻ്റെ അപ്പമാണ്. യേശു ഈ ഭൂമിയിൽ വന്നതും യേശു ഈ ഭൂമിയിൽ ജീവിച്ചതും ക്രൂശിൽ മരിച്ചതും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതും നമുക്ക് വേണ്ടിയാണ്, നമ്മെ നിത്യതയിലെത്തിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മെ നിത്യജീവൻ അർഹരാക്കുന്ന ഈ വചനങ്ങളെ നാം ഒരിക്കലും വിട്ടുമാറരുത്. വചനത്തിന് വേണ്ടി നിൽക്കണം. വചനത്തെ മുറുകെ പിടിക്കണം. വചനത്തെ ഉയർത്തണം. വചനത്തെ അനുസരിക്കണം. വചനത്തെ ബഹുമാനിക്കണം. വചനത്തിന് കീഴടങ്ങണം. പ്രിയപ്പെട്ടവരെ, ദൈവം ആദ്യ മനുഷ്യനായ ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചുണ്ടാക്കി. അവരെ ഏദൻ തോട്ടത്തിലാക്കി. അവിടെ ഒത്തിരി വൃക്ഷങ്ങളുണ്ട്. കാണുവാൻ ഭംഗിയുള്ള, തിന്മാൻ നല്ല ഫലങ്ങളുള്ള വൃക്ഷങ്ങളുണ്ട്. എന്നാൽ അതിന് നടുവിൽ ഒരു വൃക്ഷമുണ്ട്. അത് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമാണ്. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. അത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു അത്. വൃക്ഷമെല്ലാം കാണാൻ നല്ലതാണ്. എന്നാൽ അവർക്ക് ഒരു വൃക്ഷത്തോട് മാത്രം ഒരു വെറുപ്പ് തോന്നി, ഇഷ്ടക്കേട് തോന്നി. അവരെ വൃക്ഷത്തിലെ ഫലം തിന്നാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ചു. അവർ ദൈവത്തിൻ്റെ വചനത്തെ ബഹുമാനിച്ചു. അവർ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചു. അങ്ങനെ ഇരിക്കെ വഞ്ചകനായ സാത്താൻ പ്രലോഭനത്തിൻ്റെ വാക്കുകൾ കൊണ്ടുവന്നിട്ട് ആ കൽപ്പനയിൽ നിന്നും അവരെ തെറ്റിക്കുവാൻ ശ്രമിച്ചു. സാത്താൻ പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനങ്ങളാണ്. ഈ വചനങ്ങളോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ പാടുള്ളതല്ല. ഈ തിരുവചനങ്ങളില്ലാത്തത്, ഈ ലോകത്തിൽ നിന്നുള്ളത്, ഒരു പക്ഷേ സത്യം എന്ന് നിങ്ങൾക്ക് തോന്നത്തക്കവണ്ണമുള്ള ദുരുപദേശങ്ങൾ നാളെ നിങ്ങളുടെ ചെവിയിൽ മുഴങ്ങിയേക്കാം. അത് ഇപ്പോൾ സാത്താൻ പറഞ്ഞതുപോലെ നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം എന്നൊക്കെ കള്ളത്തരങ്ങൾ നിങ്ങളുടെ ചെവിയിൽ നിങ്ങൾ കേട്ടേക്കാം. നിങ്ങളതിന് ചെവി കൊടുക്കരുത്. നിങ്ങളുടെ അകത്ത് വിശുദ്ധ വചനങ്ങൾ വസിക്കണം. പ്രിയപ്പെട്ടവരെ, സാത്താൻ പിന്നെയും പറഞ്ഞു, നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്നൊക്കെ പറഞ്ഞ് ദൈവം കൽപ്പിച്ച കൽപ്പനയിൽ നിന്ന് അവരെ തിരിക്കുകയാണ്. അവരുടെ അകത്ത് സംശയം കൊണ്ടുവരികയാണ്. വചനത്തെ വളയ്ക്കുകയാണ്. ആ ദുരുപദേശം കേട്ട ഹവ്വ പിന്നെ ആ പഴത്തിലേക്ക് നോക്കിയപ്പോൾ അതിലൊരു ഭംഗി കണ്ടു. തിന്നാൻ നല്ലതാണെന്ന് തോന്നി. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് കണ്ട് അത് പറിച്ചു തന്നു. വലിയ ചതിയാണ് നടന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് അരുതെന്ന് പറഞ്ഞാൽ അരുതാണ്. അതിനോട് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നുമില്ല. ചതി നാം തിരിച്ചറിയണം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലകാരണമാണ്. ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. നിങ്ങൾക്ക് ആവശ്യമായതൊക്കെ ദൈവം നൽകിത്തരും. എന്നാൽ അതിലും അപ്പുറമായി പണത്തിൻ്റെ പുറകെയുള്ള യാത്ര അപകടമാണ് എന്ന് ദൈവം പറഞ്ഞാൽ അത് അപകടമല്ല, അതാണ് വേണ്ടത് എന്ന് ഈ ലോകം നിങ്ങളോട് പറഞ്ഞാൽ അത് ചതിയാണ്. ആ ഉപദേശം സാത്താന്യമാണ്. നിങ്ങളതിന് ചെവി കൊടുക്കരുത്. ദൈവവചനം അരുതെന്ന് പറഞ്ഞാൽ അത് അരുതാണ്. അത് നമ്മുടെ നന്മയ്ക്കാണ്. ദൈവവചനത്തിൽ പ്രബോധനങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്, കൽപ്പനകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നല്ലതിനാണ്. ഇന്ന് പകൽ നാം എന്തു വില കൊടുത്തും വചനത്തെ സൂക്ഷിക്കണം.
ജീവിതത്തിൽ എത്ര വലിയ പ്രലോഭനം വന്നാലും ദൈവവചനം വിട്ട് മാറരുത്. ഈ വചനം നിങ്ങളെ സൂക്ഷിക്കും. ഈ വചനം നിങ്ങളെ സഹായിക്കും. ഈ വചനം നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ തുറന്നു തരും. വചനമാകുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി തുറന്ന വഴിയാണ്, ജീവങ്കിലേക്കുള്ള വഴി. വചനത്തിന് വേണ്ടി നിൽക്കുക. നിങ്ങളൊരു നാൾ ലജ്ജിക്കപ്പെടുകയില്ല. നിങ്ങളൊരു നാൾ നഷ്ടപ്പെടുകയില്ല. നിങ്ങൾ ഇന്നനുഭവിക്കുന്ന വേദനകൾ, നഷ്ടങ്ങൾ, അതെല്ലാം ലാഭമാകും, നന്മയാകും. ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. വചനത്തെ മുറുകെ പിടിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.